നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ മുഖ്യൻ്റെ കാരണഭൂതൻ്റെ പലതരത്തിലുള്ള പ്രകടനങ്ങളും പദപ്രയോഗങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ്. അത് കേരളമെമ്പാടും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ഈ പൊറാട്ട് നാടകങ്ങളും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അതൊക്കെ വേദിയിൽ പലയിടങ്ങളിലും അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. പല തരത്തിലുള്ള പദാവലിയും അദ്ദേഹം നൽകിയിട്ടുണ്ടല്ലോ. കുലംകുത്തി, പരനാറി, നികൃഷ്ടജീവി. ഈ പരനാറി പ്രയോഗം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കൂടുതലായിട്ട് ചർച്ച ചെയ്യുക. 2014 പരനാറി പ്രയോഗം തുടങ്ങിയത്. അത് 2019 എത്തിയപ്പോൾ ഒന്നുകൂടെ ശക്തി കൂടി. ഇനിയിപ്പോൾ 2024 പരനാറി പ്രയോഗമുണ്ട്. പിന്നെ നികൃഷ്ടജീവി, കുലംകുത്തി പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ എന്തെല്ലാം പദപ്രയോഗങ്ങളാണ് നമ്മുടെ ഈ കാരണഭൂതൻ്റെ കൈവശമുള്ളത്. ഇതെല്ലാം കൂടി സമാഹരിച്ച് നമ്മുടെ CPM-ൻ്റെ തന്നെ ചിന്താ പബ്ലിക്കേഷൻസുകാരതൊരു പുസ്തകമാക്കിയാൽ അത് നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ ആകും. ഭാവിയിൽ നമ്മുടെ കാരണഭൂതന് ചിലപ്പോൾ ഇനിയും അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് നിലനിൽക്കുന്നതെങ്കിൽ ഒരു എഴുത്തച്ഛൻ പുരസ്കാരം വേണമെന്നുണ്ടെങ്കിലും കാരണഭൂതന് കൊടുക്കാം. ഭാവിയിൽ റിയാസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അമ്മായപ്പന് പിന്നെ ഇത്തരത്തിലൊരു പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരമോ ഏത് പേരിലുള്ള പുരസ്കാരം വേണമെങ്കിലും എടുത്തു കൊടുക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പലതരത്തിലുള്ള കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല പൊറാട്ട് നാടകങ്ങളും അദ്ദേഹം ആടി നമ്മൾ കണ്ടതാണ്. 2021 അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഈ അല്പം അഹങ്കാരം അങ്ങ് തലയ്ക്ക് പിടിച്ചത്, മത്ത് പിടിച്ചത്. മാധ്യമപ്രവർത്തകരോടൊക്കെ കടക്കു പുറത്ത് ഈ പദപ്രയോഗങ്ങളൊക്കെ മുമ്പ് ഉണ്ട്. പക്ഷേ ആ പറയുന്നതിൻ്റെ ഒരു രീതിയും അതിൻ്റെ ഒരു ധാർഷ്ട്യവും അതിൻ്റെ ഒരു ശില്പഭംഗിയും ഒക്കെയാണ്. അത് ആ കാരണഭൂതൻ്റെ നാവിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ആ പദങ്ങളുടെയൊക്കെ ഒരു ആകാര വടിവ് നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഈ നവകേരള സദസ്സെന്ന് പറയുന്ന ബാലെ അവസാനിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടിയായിരുന്നു മുഖാമുഖം എന്ന പൊറാട്ട് നാടകം. അത് പലയിടങ്ങളിൽ വെച്ച് ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് ആടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ആ പരിപാടിയുടെ വേദിയിൽ അവതാരികയോടങ്ങ് കയറി ക്ഷോഭിച്ച് നമ്മുടെ കാരണഭൂതൻ. നവകേരള സദസ്സിൻ്റെ തുടർച്ചയായുള്ള മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ പ്രശംസിച്ച അവതാരകയോടാണ് രോഷപ്രകടനം നടത്തിയത്. ഈ ഏതൊരാളുടെയും പ്രസംഗം കഴിയുമ്പോൾ ഈ അവതാരകൻ അല്ലെങ്കിൽ അവതാരക ഒരു നന്ദി പ്രകടനം നടത്തുമല്ലോ. അതുമാത്രമേ ഇവിടെ അവതാരക ചെയ്തുള്ളൂ. മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ അരങ്ങേറുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം എന്ന് പറഞ്ഞ് കാരണഭൂതൻ പ്രസംഗം അവസാനിപ്പിച്ചതിന് പിന്നാലെ വളരെ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് അവതാരക പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി അങ്ങ് ക്ഷുഭിതനായി. അവതാരകയുടെ മറുപടിക്ക് പിന്നാലെ അല്ല, അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ, നിങ്ങൾ അടുത്തയാളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കാരണഭൂതൻ്റെ രോഷപ്രകടനം. അത് മൈക്കിലൂടെ പറഞ്ഞത് വേദിയിൽ ഉണ്ടായിരുന്നവരും കേട്ടു. മുഖ്യമന്ത്രി ക്ഷോഭിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. പ്രസംഗം അവസാനിപ്പിച്ച പോഡിയത്തിൽ നിന്നും മാറിയ ശേഷമാണ് വീണ്ടും മൈക്കിൻ്റെ സമീപം എത്തിയാണ് ഈ രോഷപ്രകടനം നടത്തിയത്. ഇദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്. പിന്നെ ഒന്നുകിൽ നക്കിക്കൊല്ലും അല്ലെ കുത്തിക്കൊല്ലും. ഈ സ്വഭാവമാണ്. വളർത്താൻ പിടിച്ചാലും കൊല്ലാൻ പിടിച്ചാലും ഒരേ സ്വരമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ മുസ്ലിം വിഭാഗങ്ങളുമായി നടത്തുന്ന മുഖാമുഖമായിരുന്നു ഇന്ന് നടന്നത്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ന്യൂനപക്ഷ സമുദായമാണ്. അവരുടെ മുന്നിൽ വെച്ചാണ് ഈ ഇത്തരത്തിലുള്ള പ്രകടനം അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് അവരെല്ലാം അത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും.
പിന്നെ മദ്രസ അധ്യാപകർ, പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ വേദിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കാരണഭൂതൻ്റെ ഈ പ്രകടനം. അപ്പോൾ എന്തായാലും ഇതൊക്കെ നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ഒരു നാടകീയതയോടുകൂടി കലർന്ന ഇത്തരത്തിലുള്ള ഈ സംഭാഷണവും ആ ദൃശ്യങ്ങളും ഒക്കെ സമാഹരിച്ച് സൂക്ഷിച്ച് പിൽക്കാലത്തെ കൂടി ആവശ്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഇത്തരത്തിലുള്ള ഈ പദപ്രയോഗങ്ങളും പ്രകടനവും ഒക്കെ ധാരാളം വരും എന്നുള്ളത് ഉറപ്പാണ്. അത് അനസ്യൂതം ഇങ്ങോട്ട് വരട്ട് കാരണഭൂതനിൽ നിന്ന്.